മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇടിച്ച മതിൽ പുനർനിർമ്മിക്കുന്നില്ലെന്ന് ആരോപണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ഗേറ്റും മതിലും തകർത്തിട്ട് 2 വർഷം കഴിഞ്ഞു. പരപ്പ് തെക്കേതിൽ എൽസമ്മ ജേക്കബിന്റെ വീടിന്റെ മതിലാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ പുനർനിർമ്മിച്ച് നൽകാത്തത്. മതിലും ഗേറ്റും ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിന് റോഡിന് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് മതിലും ഗേറ്റും ഇടിച്ചു തകർത്തത്. പുനർനിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മതിലും ഗേറ്റും തകർത്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രായം ചെന്ന 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ഗേറ്റും മതിലുമാണ് തകർത്തത്. അതിനാൽ ഈ വീട്ടിൽ സുരക്ഷിതമായി അന്തി ഉറങ്ങാനും ഇവർക്ക് കഴിയാത്ത അവസ്ഥയിലാണ്. ഇടിച്ചിട്ട ഭാഗം പുനർനിർമ്മിച്ചു നൽകാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ കൂട്ടാക്കുന്നില്ല. സമീപത്ത് പൊളിച്ച മതിലുകൾ എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. 2 സ്ത്രീകൾ മാത്രമുള്ളതിനാലാണ് ഇവരോട് ഈ അനീതി കാണിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. 2 വർഷത്തോളമായി റോഡ് പൊളിച്ചിട്ടിട്ട് നമ്മുടെ ഗേറ്റ് പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ വേണ്ടി പിന്നെ റോഡ് വെട്ടിയപ്പോഴത്തേനും ഗേറ്റ് അവർ പൊളിച്ച് കളഞ്ഞു. കെട്ടിത്തന്നേക്കാൻ നന്നേരെ പറഞ്ഞു. അത് ഇനി കെട്ടി തന്നിട്ടുമില്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഇവിടെ താമസിക്കുന്നതാണ്. ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേനും വെളിയിൽ എന്തെങ്കിലും ഒച്ചയൊക്കെ കേട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ കയറി പിന്നെ കുടിക്കുകയും ഈ കാർ ഷെഡിൽ കയറി കള്ള് കുടിക്കുകയും പിന്നെ ബാത്റൂം മുള്ളാൻ പോവുകയും ഭയങ്കര പരിപാടികളാണ്. ആൾക്കാർ ഇതൊരു ടോയ്ലറ്റായിട്ട് കണക്കാക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. അതുകൊണ്ട് പിന്നെ അതിനൊരു പരിഹാരം എന്തെങ്കിലും കാണും. രാത്രിയായാൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. ഗേറ്റ് ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർ പ്രാഥമിക കൃത്യത്തിന് പോലും ഈ വീടും പരിസരവുമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ ഭയന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അടിയന്തരമായി ഗേറ്റും മതിലും പുനഃസ്ഥാപിച്ച് നൽകിയില്ലെങ്കിൽ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ വനിതകൾ. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.